എന്റെ മോനെ യജാതി കളി. സോ IPL 2026 ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന കളി GT വേഴ്സസ് DC. അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാ. ഒരു ത്രില്ലർ സിനിമ കാണുമ്പോ ലാസ്റ്റ് സീറ്റ് ഓഫ് ദി എഡ്ജ് ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലേ, ആ സാധനം. യൂഷ്വലി ഞാൻ GTയുടെ കളിയെ കാണാറില്ല. ടു മീ പേഴ്സണലി അവരുടെ കളി ഭയങ്കര നിർഗുണ കളിയായിരിക്കും. ബാറ്റിംഗ് ഒക്കെ വൻ വെറുപ്പിക്കലായിരിക്കും. അവരുടെ ടൊക്ക് മുക്ക് കളി ഞാൻ അവരുടെ കളി കാണാറേ ഇല്ല. GTയുടെ ബാറ്റിംഗ് പോലും ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ സ്കോർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഗില്ലൊക്കെ ആദ്യം ടെസ്റ്റ് കളിക്കുന്ന പോലെ കളിക്കുന്നുണ്ടായിരുന്നു. സുദർശൻ ഔട്ടായി പോണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് നിർഗുണ കളിയായിരിക്കും പറയുമ്പോ 210 അടിച്ചിരിക്കുന്നു. ഞാൻ വെച്ചു DCക്ക് എന്തായാലും ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ക്വാഡ് ഉണ്ട്. പറഞ്ഞിട്ട് ആദ്യത്തെ 6 ഓവർ ഞാൻ പവർ പ്ലേ ഒക്കെ ഇരുന്ന് കണ്ടു. അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നു രാഹുലും പിന്നെ മറ്റേ ശ്രീലങ്കൻ പ്ലെയറിന് നിസംഗ. പിന്നെ ഞാൻ ഓഫ് ആക്കിയിട്ട് പോയി നോക്കുമ്പോ എല്ലാം പോയിരിക്കുന്നു. മില്ലർ റിട്ടയർഡ് ഹേർട്ടായി. പിന്നെ രാഹുൽ 92 നിന്ന് കളിക്കുന്നു. എന്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ അറിയില്ല, ഞാൻ TV വെച്ചത് രാഹുൽ ഔട്ടായി. തോറ്റു പറഞ്ഞിരിക്കുമ്പോ കില്ലർ മില്ലർ ഷോ ജയിച്ചു. GT ജയിച്ചു, അതൊക്കെ വിട്. പക്ഷെ മില്ലറിന്റെ ഒരു കളി ഉണ്ട് മോനെ, ആബ്സല്യൂട്ട് സിനിമ, യജാതി കളി. ചുമ്മാതല്ല അങ്ങേരെ കില്ലർ മില്ലർ എന്ന് വിളിക്കുന്നു. യജാതി അടി, തീ അടി. സോ ലാസ്റ്റ് രണ്ട് ബോളിൽ 2 റൺ. ആ സമയത്ത് അങ്ങേര് ഒരു സിംഗിൾ എടുത്താൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങേർക്ക് ചിലപ്പോ കുൽദീപ് യാദവിന് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ കില്ലർ മില്ലർ ഡിസേർവ്സ് എവറി ക്രെഡിറ്റ്. അജാതി കളി, ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടു. അവസാനമൊക്കെ ആകുമ്പോ എനിക്ക് DC ജയിക്കണം എന്നായിരുന്നു. എന്നാലും നന്നായി കളിച്ചു. നമ്മള് നന്നായി കളിച്ചു വെച്ച് നന്നായി കളിച്ചു പറയണമല്ലോ. പക്ഷെ മില്ലറിന്റെ ഈ ഒരു മോൺസ്റ്റർ വേർഷൻ ഇപ്പൊ കുറച്ചായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കിട്ടു സാധനം, ഹൈലി സാറ്റിസ്ഫൈഡ്. സോ ഈ കുറെ കളിയായിട്ട് ഇപ്പൊ ചെന്നൈയുടെ ആയാലും മുംബൈയുടെ ആയാലും കാണുമ്പോ ഈ ഒരു ത്രില്ല് കിട്ടുന്നില്ല. ഒന്നെങ്കിൽ ഒരു സൈഡ് നല്ല അടിയായിരിക്കും, മറ്റേ സൈഡ് വേഗം ഔട്ടായി പോകും. എന്നാൽ ഈ ലാസ്റ്റ് ബോൾ ത്രിൽ, ആ ഒരു എക്സ്പീരിയൻസ് കുറെ ആയി കിട്ടിയിട്ട്. KL രാഹുൽ വളരെ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ആങ്കറിങ് നോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സൈഡ് ഇങ്ങനെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആള് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല കളി. സോ 92 or 51 ഇപ്പൊ കുറെ പേര് വന്ന് പറയും, അയ്യോ 2020 ഇങ്ങനെയാണോ കളിക്കേണ്ടത്, ഇങ്ങനെ ടൊക്ക് മുക്കല അടിച്ച് കളിക്കണം. രാഹുലിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ രാഹുലിന്റെ ഹിറ്റിംഗ് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാഹുൽ ഒരു തവണ എനിക്ക് ഒരു കിങ്സ് 11 പഞ്ചാബിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഭയങ്കര ചുരുക്കം 14, 15, 16 ബോളിൽ എന്താ 50 അടിച്ചിട്ടുണ്ട്. ടീം സ്കോർ 52 ആവുമ്പോ. പിന്നെ രാഹുലിന് ക്യാപ്റ്റൻസി പ്രഷർ വന്നു. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ ആയപ്പോ ആളുടെ വേ ഓഫ് പ്ലേയിങ് തന്നെ മാറി. ഇപ്പൊ നമ്മൾ രാഹുലിന് പ്രതീക്ഷിക്കേണ്ടത് ഒരു ആങ്കറിങ് നോക്ക് അങ്ങനത്തെ സാധനമൊക്കെ പ്രതീക്ഷിക്കാൻ പാടും. ഹീസ് നോട്ട് എ ഹിറ്റർ എനിമോർ. സോ മറ്റേ രാഹുൽ പറഞ്ഞിട്ടാണ് ഇവര് ഡങ്കറ്റിന് എടുക്കാൻ പോയത് എന്നാണ് ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DCയുടെ. എന്നിട്ട് അവസാനം എന്ത് അണ്ണൻ വായിൽ തിരികെ കൊടുത്തിട്ട് പോയി. സോ പകരമാണ് ഇപ്പൊ നിസംഗ ഓപ്പണിംഗ് ഇറങ്ങിയത്. ആള് സൂപ്പറായി കളിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ മെയിൻ പ്രശ്നം നിതീഷ് റാണയാണ്. നിതീഷ് റാണയ്ക്ക് ഇപ്പോഴും ഫോം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ മാറ്റിയിട്ട് ആ നിതീഷ് റാണയൊക്കെ മാറ്റി പൃഥ്വി ഷാനൊക്കെ ഇറക്കി വിട്, അല്ലെങ്കിൽ രാഹുല് 1 ഡൗൺ കളിക്കട്ടെ, എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലാതെ എനിക്കൊന്നും തോന്നുന്നില്ല നിതീഷ് റാണ ഈ അടുത്ത കാലത്തൊന്നും ഫോം പിക്ക് ചെയ്യുന്നത്. ആ നിതീഷ് റാണ 2 റൺ കൂടുതൽ എടുത്തിട്ട് വെച്ചപ്പോൾ ടീം ജയിച്ചിട്ടുണ്ടാവും. സോ എനിവേസ് GT പ്ലേഡ് വെരി വെൽ. GT പറഞ്ഞാൽ നല്ലോണം അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രസീദ് കൃഷ്ണയ്ക്ക് ഇത്രയും അടി കിട്ടിയിട്ട് ലാസ്റ്റ് അങ്ങേര് തിരിച്ചു വന്നു. ദാറ്റ് വാസ് ഓൾസോ നൈസ്. ഞാനൊരു നിർഗുണ കളിയാണ് ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞെട്ടിച്ച കളി. GT അടിവാരത്തിലോട്ട് വരും, ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു കൂട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. നാറികള് പറ്റിച്ച്. സോ എനിവേസ് ദിസ് വാസ് എ വെരി നൈസ് മാച്ച്. സോ ഇതൊക്കെ മിസ്സാക്കിയവര്, ഞാൻ തന്നെ ഫുള്ള് കണ്ടില്ല, മിസ്സാക്കിയവർക്ക് ഒരു ലൈഫ് ടൈം ത്രില്ലർ എക്സ്പീരിയൻസ് മിസ്സായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അജാതി സാധനം. ഇടയിൽ 2 ബോളിൽ 2 റൺ, മില്ലർ ഓൺ സ്ട്രൈക്ക്, നമ്മൾ തന്നെ ജയിക്കും പറഞ്ഞിട്ട് ഇരുന്നാണ്. അണ്ട് അതിൽ ട്വിസ്റ്റ് വരെ, അതിലിരുന്നത് വൈഡ് ആണോ എന്ന് സംശയം പറഞ്ഞിട്ട് റിവ്യൂ ഒക്കെ പോയി. അതൊക്കെ വൈഡ് പറഞ്ഞിട്ട് വന്നിട്ട് വെച്ചതോടുകൂടി തീർന്നിട്ടുണ്ടാവും. ബട്ട് ലക്ക് വന്നിട്ട് GTയുടെ സൈഡായിരുന്നു. പറഞ്ഞിട്ടില്ല, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക്. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചില സമയത്ത് ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക്. എനിവേസ് കൺഗ്രാജുലേഷൻസ് GT. DC നന്നായി കളിച്ചു. എനിക്ക് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണത്തെ ഡാർക്ക് ഹോഴ്സസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കപ്പ് അടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെയല്ല. ദേ ഹാവ് എ വെരി നൈസ് സ്ക്വാഡ്.